ബാങ്കുകളിൽ അനാഥമായി കിടക്കുന്ന നിക്ഷേപങ്ങൾ എത്രയും വേഗം ഉടമകൾക്കോ അവകാശികൾക്കോ തിരികെ നൽകണമെന്ന റിസർവ് ബാങ്ക് നിർദ്ദേശം. 3 മാസം കൊണ്ട് നിക്ഷേപങ്ങൾ പരമാവധി പേർക്ക് മടക്കി നൽകുവാൻ ശ്രമിക്കണമെന്നാണ് റിസർവ് ബാങ്ക് ബാങ്കുകളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. രാജ്യത്തെ ബാങ്കുകളിൽ 10 വർഷമായി ഉപയോഗിക്കാതെ കിടക്കുന്ന സേവിംഗ് കറണ്ട് അക്കൗണ്ടുകളിലെ തുക കാലാവധി കഴിഞ്ഞിട്ടും 10 വർഷമായി പിൻവലിക്കാതെ കിടക്കുന്ന സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയാണ് അവകാശികളില്ലാതെ കിടക്കുന്ന നിക്ഷേപമായി കണക്കാക്കുന്നത്. ഈ തുക ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ നിക്ഷേപ ബോധവൽക്കരണ ഫണ്ടിലേക്ക് മാറ്റുകയാണ് പതിവ്. എങ്കിലും നിക്ഷേപകർ അവകാശം ഉന്നയിച്ചെത്തിയാൽ ഈ തുക പലിശ സഹിതം മടക്കി നൽകും. അടുത്തിടെ നടന്ന സാമ്പത്തിക സുസ്ഥിരതാ വികസന കൗൺസിൽ യോഗത്തോടനുബന്ധിച്ച് ബാങ്കുകൾക്ക് നൽകിയ അറിയിപ്പിലാണ് ഇത്തരമൊരു നിർദ്ദേശം RBI മുന്നോട്ട് വച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഉടനാകട്ടെ, ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും.